ഗായ്സ്, നിങ്ങൾക്ക് ഏവർക്കും ഇറ്റലി വ്ലോഗിൻ്റെ പാർട്ട് 4 അല്ലെങ്കിൽ ലാസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ 3 ദിവസത്തെ റോമ സന്ദർശിച്ച ശേഷം ഇന്ന് 4th ഡേ ആണ്. ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിസ്സ ടവർ കാണാനാണ്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങളുടെ ഹോട്ടലിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ടെർമിനി എന്നായിരുന്നു ആ സ്റ്റേഷൻ്റെ പേര്. അങ്ങനെ അവിടുന്ന് നമുക്ക് സ്പീഡ് ട്രെയിൻ ഉണ്ട്. നമുക്ക് പിസ്സയിൽ റോമയിൽ നിന്ന് നേരിട്ട് ട്രെയിനില്ല. നമുക്ക് ഫ്ലോറൻസിൽ ഇറങ്ങിയിട്ട് മാത്രമേ പിസ്സയിൽ പോകാൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾ ഫ്ലോറൻസിലേക്ക് സ്പീഡ് ട്രെയിനിൽ കയറാൻ വേണ്ടി ആ സ്റ്റേഷനിൽ വന്നു. ഏകദേശം ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ട് 1 മണിക്കൂറോടെ ഉണ്ടായിരുന്നു ട്രെയിൻ വരാൻ വേണ്ടി. അങ്ങനെ 250 km/h ഈ ട്രെയിൻ പോകുന്നത്. എന്നിട്ട് ഫ്ലോറൻസിൽ എത്തിയിട്ട് അവിടുന്ന് വൈകിട്ട് പിസ്സയിലേക്ക് പോകാം. എന്നിട്ട് പിസ്സയിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് അവിടുന്ന് തിരിക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ട്രെയിൻ വന്നു, സ്പീഡ് ട്രെയിൻ. ഇതാണ് കേട്ടോ ആ ബുള്ളറ്റ് ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ അതിൽ കയറി. നല്ല രസമുണ്ടായിരുന്നു ട്രെയിൻ കാണാൻ മാത്രമല്ല, അതിലിരുന്ന് കഴിഞ്ഞ് ജസ്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്ലോറൻസിലെത്തി. കയറിയതും ഇറങ്ങിയതും ഒന്നും ഓർമ്മയില്ല. നല്ല സ്പീഡിലായിരുന്നു. സ്പീഡ് നമ്മൾ അറിയത്തുമില്ല ട്രെയിനിലിരിക്കുമ്പോഴേ. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫ്ലോറൻസിലെത്തി. അപ്പം ഞങ്ങൾക്ക് ഫ്ലോറൻസിൽ ആകെ ഏകദേശം 12 o'clock ആയി ഞങ്ങൾ എത്തിയപ്പം. പിന്നെ അവിടുന്ന് 5:30 തിരിച്ച് പിസ്സയിലേക്ക് ഞങ്ങൾ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കൺഫ്യൂഷൻ, ഈ ഓഫ് ബസ് എടുക്കണോ അതോ ടാക്സി വിളിക്കണോ, ആകെ 2-3-4 hours ഉള്ളായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അപ്പം ഞങ്ങൾ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിലെ ഒരു സ്ത്രീയോട് ചോദിച്ചു. നല്ല സ്ത്രീയായിരുന്നു. അവർ പറഞ്ഞു ഓഫ് ബസ്സൊക്കെ എടുക്കണ്ട, കാരണം നിങ്ങൾ 3-4 hours അല്ലേ ഉള്ളൂ. ഫുൾ ഡേ ആണെങ്കിൽ മാത്രം അത് എടുത്താൽ മതി. കാരണം ഒരാൾക്ക് തന്നെ €23 ആവും. ഇത് എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് 3-4 hours കൊണ്ട് ജസ്റ്റ് മെയിൻ അട്രാക്ഷൻ എല്ലാം കവർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞത് പ്രകാരം ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾ ജസ്റ്റ് വാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മോന് സ്ട്രോളർ കൊണ്ടല്ലോ. കുറച്ച് വെയിലുണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങി. ഞങ്ങൾ അതിന് അധികം ഞാൻ റിസർച്ച് ചെയ്തിട്ടൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് സ്ഥലം കാണാൻ ഫ്ലോറൻസ്, ഇങ്ങനെ പിസ്സയിൽ പോകുമ്പം നമുക്ക് ഫ്ലോറൻസ് ഇറങ്ങിയിട്ടല്ലേ പോകാൻ പറ്റൂ. അതുകൊണ്ട് ഫ്ലോറൻസൂടെ ജസ്റ്റ് കാണാമെന്നുള്ള ഒരു തീരുമാനത്തിൽ അങ്ങനെ വന്നത്. കാണാമല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ പള്ളികളുണ്ടായിരുന്നു. അതിലൊക്കെ ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു ഇങ്ങനെ മുന്നോട്ട് പോയി. നല്ല പള്ളി, പഴയ കാലത്ത് എന്തോ നിർമ്മിച്ച പള്ളിയാന്ന് തോന്നുന്നു. അങ്ങനെ ഈ ഫ്ലോറൻസ് എന്ന് പറയുന്നത് മൈക്കലാഞ്ചലോയുടെ ബർത്ത് പ്ലേസ് ആണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഫ്ലോറൻസിലെ ബിഗ് ഡോം കത്തീഡ്രൽ എത്തി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ കളർ കോമ്പിനേഷൻ ആയിരുന്നു നല്ലത്, വൈറ്റും ഗ്രീനും കൂടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കളർ കോമ്പിനേഷനിൽ ചർച്ച് കാണുന്നത്. അങ്ങനെ ഡോം നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ അകത്തൊന്നും കയറിയില്ല, പുറത്ത് നിന്ന് നോക്കിയതേ ഉള്ളൂ. എന്നാൽ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു പിക്ചർ വരച്ച് വെച്ച പോലെ ആയിരുന്നു ആ പള്ളി കാണാൻ. അങ്ങനെ ഈ ഫ്ലോറൻസ് എന്ന് പറയുന്നത് ഫ്ലോറൻസ് മൈക്കലാഞ്ചലോയുടെ ബർത്ത് പ്ലേസ് ആണ്. അത് മാത്രമല്ല ഈ ഫ്ലോറൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ആർക്കിടെക്ചർ വർക്ക് ഉണ്ടെന്ന് പറയാം ഫ്ലോറൻസിൽ. കാരണം ഒരു പിക്ചറിൽ കാണുന്ന എല്ലാം സ്ട്രക്ചർ പരമായിട്ട് നമുക്ക് ആ സിറ്റിയിൽ ഫുള്ള് കാണാൻ പറ്റുമെന്ന്. അത് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാ കെട്ടിടത്തിനും സ്ട്രീറ്റിനും എല്ലാം നല്ല ഭംഗി, ഒരു കലാകാരൻ വരച്ച് വെച്ച പോലെ ഉണ്ടായിരുന്നു ഓരോ സ്ട്രീറ്റും. അതുപോലെ അതിലെ കടകളും ഓരോ കെട്ടിടങ്ങളും ഒക്കെ കാണാനും. അങ്ങനെ ആ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. ഫ്ലോറൻസിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ അവധി ദിവസം പോയതുകൊണ്ട് റോമിലെ പോലെ തന്നെ നല്ല തിരക്ക് ഫ്ലോറൻസിലും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ പോയി ഞങ്ങൾ ഡേവിഡ് എന്ന് പറയുന്ന മൈക്കലാഞ്ചലോയുടെ വിശ്വപ്രസിദ്ധമായ പ്രതിമയുടെ അടുത്തെത്തി. ഈ മൈക്കലാഞ്ചലോയുടെ 2 പ്രതിമകളാണ്, സ്ട്രക്ചേഴ്സാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഒന്ന് നമ്മൾ മറ്റേ വത്തിക്കാനിൽ കണ്ട ലേ പിയാത്തി. സെക്കൻഡാണ് ഈ ഡേവിഡിൻ്റെ സ്ട്രക്ചറും. ഇത് 2 സ്ട്രക്ചറുമാണ് മൈക്കലാഞ്ചലോയെ ഏറ്റവും അധികം പ്രശസ്തിയിലാക്കിയത്. അപ്പം ഞങ്ങൾ പോയ അവിടെ ഈ ഡേവിഡിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആക്ച്വൽ മൈക്കലാഞ്ചലോ ചെയ്തതല്ല, അതിപ്പോൾ ഏതോ മ്യൂസിയത്തിലാണ്.
അതിൻ്റെ ഒരു റിപ്ലിക്കയായിരുന്നു അവിടെ വെച്ചിരുന്നത്, ജസ്റ്റ് മോഡൽ. അതേപോലെ തന്നെയാണ് മൈക്കിളാഞ്ചലോ ചെയ്തത്, പക്ഷേ അത് ഇപ്പം അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് റിപ്ലിക്ക അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അത്, ഡേവിഡിൻ്റെ പ്രതിമ, നമ്മളെ ബൈബിളിലെ ദാവീദ്. നമ്മൾ പറയില്ലേ, പൗരുഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ദാവീദിൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്ന പോലെ പ്രതിമയിൽ ഫ്രണ്ടിൽ നിന്ന് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പം ഒരു മാർക്കറ്റ്, എനിക്ക് തോന്നുന്നു എന്താണെന്ന് എനിക്കറിയില്ല, ലെതർ മാർക്കറ്റാണ്. ലെതർ സ്ഥലമായിട്ടുള്ള പല സാധനങ്ങൾ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. ലെതർ ബാഗ്, ലെതർ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ലെതർ നമ്മുടെ കീ ചെയിൻ, അങ്ങനെ എല്ലാ ഐറ്റംസും ലെതർ, വെറൈറ്റീസ് ലെതർ ബാഗും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല വിലയുണ്ടായിരുന്നു, നമ്മൾ വില പേശി എടുക്കണം. ഞങ്ങൾ പിന്നെ ജസ്റ്റ് അവിടെ ചെന്നാൽ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു ചെറിയ ലെതർ കീ ചെയിൻ മേടിച്ചു. ആ സ്ട്രീറ്റ് നല്ല തിരക്കും ഉണ്ടായിരുന്നു, ആളുകൾ. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടു, കെട്ടിടത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടു. ഞങ്ങളിങ്ങനെ മുന്നോട്ട് നീങ്ങി. എത്രയോ വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണെന്നാണ് മനസ്സിലായത്. അതും അവരിപ്പം ഇതെല്ലാം ഇപ്പോഴും നല്ലതുപോലെ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കാണാൻ വിചാരിക്കുന്നത് മൈക്കിളാഞ്ചലോ വ്യൂ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, കുറച്ച് കുന്നിൻ്റെ മണ്ടയിൽ കയറുന്ന അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുമായിരുന്നു, കാരണം നമ്മുടെ സമയം കുറവാണല്ലോ. അപ്പോൾ പോകുന്ന വഴിക്കൊരു ബ്രിഡ്ജും അർണോ റിവറുമാണ്, അതിൻ്റെ മുകളിലോട്ടുള്ള ബ്രിഡ്ജാണ്. ആ വഴി കൂടെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അങ്ങനെ മൈക്കിളാഞ്ചലോ വ്യൂ കാണാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇങ്ങനെ കുന്നിൻ്റെ മണ്ടയിൽ കയറി കഴിഞ്ഞാൽ ഫ്ലോറൻസ് മൊത്തം കാണാനാണെന്ന് പറയുന്നത് അവിടോട്ട് പോകും. ഞങ്ങൾ പതുക്കെ ആ പാലത്തിൽ കൂടെ നടന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു പാലത്തിൽ കൂടെ നടക്കാൻ. ഇതിൽ കൂടെ നടന്നപ്പം എനിക്ക് ഓർമ്മ വന്നത് ആലപ്പുഴ പോയതായിരുന്നു. ആലപ്പുഴ സിറ്റിയിൽ ഇതേപോലെയാണ്, കനാലും 2 സൈഡ് കെട്ടിടങ്ങളും. കുറച്ചുകൂടെയൊക്കെ ഭംഗിയാക്കി കഴിഞ്ഞാൽ ആലപ്പുഴയും ഇതേപോലെയൊക്കെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആവും. ഇപ്പോഴും ആണ്, കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ. അതേപോലെ അവിടെ കൂടി ഇങ്ങനെ നടന്നൊരു ഓർമ്മ വന്നു. അങ്ങനെ നമ്മളിങ്ങനെ ഒരു സ്റ്റെപ്പ് വഴിയാണ് കയറേണ്ടത്. അങ്ങനെ അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കുരിശ് വെച്ചിട്ടുണ്ട്. അതിലൂടെ നടന്നപ്പം എനിക്ക് ഓർമ്മ വന്നത് മലയാറ്റൂർ പോയതാണ്. അതിൽ മലയാറ്റൂർ നമുക്കിങ്ങനെ സ്റ്റെപ്പായിട്ടില്ല, ജസ്റ്റ് അവർ ഇങ്ങനെ സ്ലോപ്പായിട്ടല്ലേ കിടക്കുന്നത്. അതേപോലെ ഒരു വശത്ത് കുരിശും അതിലേക്ക് കൂടെ നമ്മൾ മേളിലോട്ട് കയറണം. അങ്ങനെ അതിൽ കയറി കഴിയുമ്പോൾ റോസ് ഗാർഡനിലെത്തും. 365 എന്തോ വെറൈറ്റീസ് ഓഫ് റോസസ് അവിടെ ഉണ്ട്. അതെല്ലാം കണ്ട് ഞങ്ങളങ്ങനെ മൈക്കിളാഞ്ചലോ വ്യൂവിൻ്റെ മുകളിലെത്തി. ഇതാണ് ആ മൈക്കിളാഞ്ചലോ വ്യൂ കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ആ നേരത്തെ ഫ്ലോറൻസ് കത്തീഡ്രൽ പറഞ്ഞല്ലോ നല്ല ഭംഗിയുണ്ടെന്ന്, ആ കത്തീഡ്രലിൻ്റെ ഭാഗം ടോം നമുക്ക് കാണാമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു, കാരണം നമുക്ക് ഫ്ലോറൻസിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്കിങ്ങനെ കിട്ടും മുകളിൽ നിന്ന്. അപ്പോൾ ഇത് കാണാൻ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ആ വ്യൂ ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. പറ്റുന്ന പോലെയൊക്കെ ആ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾക്കൊരു ട്രെയിൻ ഉണ്ടായിരുന്നു പിസയിലേക്ക്. ലോക്കൽ ട്രെയിനാണ്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പം ഞങ്ങൾ പിസയിലെത്തി. ഇതാണ് പിസ സ്റ്റേഷൻ. ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത് പിസ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. ഒരു 1 മിനിറ്റ് 2 മിനിറ്റേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. നേരത്തെ ഇറങ്ങിയതല്ലേ, പിന്നെ പോയി ഒന്ന് ഫ്രഷായി ഒരു 7-7:30 ആയിട്ടാണ് പിന്നെ ഞങ്ങൾ വീണ്ടും പിസയിലേക്ക് സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയത്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പിസ ടവർ കാണാനാണ്. ഇന്ന് വൈകിട്ടും കാണാം, നാളെ രാവിലെ ഒന്ന് കണ്ടിട്ട് പിന്നെ അങ്ങ് തിരിച്ചു പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ ആ പിസ ടവറിലേക്ക് പോകാവുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഒരു പള്ളി, ഒരു റിവറും. ഇവിടെ യൂറോപ്പിൽ പല സ്ഥലത്ത് പല സിറ്റിയിൽ പോയാലും ഇതേപോലെ ഒരു ബ്രിഡ്ജും ഒരു റിവറും പിന്നെ കുറച്ച് കെട്ടിടങ്ങളും ഒഴുകുന്ന പല സ്ട്രീറ്റും നമുക്കിങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ഇന്ന് സമ്മർ ആയതുകൊണ്ട് സൺസെറ്റ് ആയിട്ടില്ലായിരുന്നു. 9-9:30 ആവുമല്ലോ, അതുകൊണ്ട് കുറച്ച് വെളിച്ചം ഉണ്ടായിരുന്നു. 7:30 കഴിഞ്ഞായിരുന്നു, 7:45 ആയി. അങ്ങനെ ഞങ്ങളൊരു 15-20 മിനിറ്റ്സ് യാത്ര ചെയ്ത് അങ്ങ് പിസ ടവറിൻ്റെ അടുത്തെത്തി.
രാവിലെ ഒരു 8 o'clock ആകുമ്പോൾ ഈ പിസ്സ ടവർ അടയ്ക്കും, ഇത് മുകളിൽ കയറുന്നത്. അതുകൊണ്ട് തിരക്ക് അധികം ഇല്ലായിരുന്നു, എല്ലാവരും പോയി തുടങ്ങിയായിരുന്നു, കുറച്ച് പേരേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആവശ്യമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി പിസ്സ ടവർ. അങ്ങനെ പിസ്സ ടവർ കാണാനുള്ള ആ ഒരു കുറേ നാളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നു പിസ്സ ടവർ കാണുമെന്ന്. അത് കാണാൻ വേണ്ടിയാണ് ഈ പിസ്സയിൽ വന്നത്. അങ്ങനെ ആ ആഗ്രഹം സഫലമായി. ഈ പിസ്സ എന്ന് പറയുന്നത് ഒരു ബെൽ ടവറാണ്. അപ്പം അവിടെ അടുത്തൊരു ചർച്ചുണ്ട്, എനിക്ക് കറക്റ്റ് പേരറിയില്ല. ആ ചർച്ചിന് വേണ്ടി നിർമ്മിച്ച ഒരു ബെൽ ടവറാണിത്. ഈ സ്ഥലത്തെ ഒരു ചതിപ്പും അതുപോലെ റിവർ പണ്ടെന്തോ ഒഴുകിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കൊണ്ടാണ് ഈ ടവർ ചരിയാൻ തുടങ്ങി. പിന്നെ പല എൻജിനീയേഴ്സിൻ്റെയും പല ടെക്നീഷ്യൻ്റെയൊക്കെ പല കാലങ്ങളിലുള്ള ശ്രമഫലമായിട്ട് എത്രയോ 5 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്ന ആ ചരിവ് ചരിഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു ഓരോ വർഷം. അത് അവർ പതുക്കെ ഒരു 3.5 ഡിഗ്രി ആക്കി കുറച്ചു. ഇപ്പം ഇതുവരെ നമ്മൾ പിസ്സ ഒരു 2000 സംതിങ് മിഡിൽ വരെ അത് അറിയപ്പെട്ടിരുന്ന പിസ്സയിലെ ചരിയുന്ന ഗോപുരം എന്നായിരുന്നു. അങ്ങനെ ഈ പല ശ്രമഫലമായി തെങ്ങ് വലിച്ചു കെട്ടുന്ന കണക്ക് പലതും വലിച്ചു കെട്ടിയും ഒക്കെ ഇതിപ്പോൾ കുറച്ചു. ഇപ്പം ചരിഞ്ഞ ഗോപുരം എന്നാണ് ഈ പിസ്സ അറിയപ്പെടുന്നത്. കണ്ട ഒരു കൊച്ചൊളിച്ചു നോക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു 9:30 ആയപ്പോൾ അതിൻ്റെ രാത്രിത്തെ ഫോട്ടോയും ഞങ്ങൾ കുറച്ചെടുത്തു. അധികം നമ്മൾ ഈഫൽ ടവറിൽ പോയപ്പോൾ മിന്നാമിനിങ്ങിന് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അധികം ലൈറ്റ് ഇട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്യില്ല, ചെറിയ തോതിലുള്ള ലൈറ്റേ ഉള്ളൂ. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ബാപ്റ്റിസം ടവറാണ് ഈ കാണുന്നത്. പിന്നെ ഒരു ചർച്ചും, പിന്നെ അപ്പുറത്ത് പിസ്സ ഗോപുരം, പിന്നെ ഒരു ഗ്രേവ് യാർഡ് പോലെ അതിൻ്റെ ബാക്ക് സൈഡിലും ഉണ്ട്. ഈ ഒരു 3-4 കെട്ടിടങ്ങൾ മാത്രമേ ഈ ഒരു സ്ക്വയറിലുള്ളൂ. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി കിടന്നുറങ്ങി. പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ രാവിലത്തെ വ്യൂ കണ്ടിട്ടില്ല, ഇന്നലെ വൈകിട്ടും രാത്രിയിൽ നമ്മൾ എടുത്തത്. അപ്പോൾ വീണ്ടും പിസ്സ ടവറിലേക്ക് പോകാൻ വേണ്ടി പതുക്കെ നടന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ചില പ്രതിമകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഗലീലിയോ. എനിക്ക് തോന്നുന്നു ഗലീലിയോ പിസ്സയിലാണോ ജന്മനാടെന്ന് അറിയില്ല, തോന്നുന്നു ഗലീലിയോയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗലീലിയോ കേട്ടോ, നമ്മുടെ ടെലസ്കോപ്പൊക്കെ കണ്ടുപിടിച്ച ഗലീലിയോ. അങ്ങനെ പിന്നെ അതുപോലെ ഒരു ചർച്ച്, ഒരു നല്ല ഭംഗി തോന്നി. അപ്പം ഞങ്ങൾ ആ ചർച്ചിൽ കയറി കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. ഒരു കുട്ടി ചർച്ച്. മാതാവിൻ്റെ രൂപമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടി ചർച്ച്, നല്ല ഭംഗിയുള്ള ചർച്ചിലൊന്നും ആരും ഇല്ല. അപ്പം ആ ഭംഗി തോന്നിയപ്പം ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയി. ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ഓരോ കാഴ്ചകളാണ് കേട്ടോ ഇത്. എന്തൊക്കെയോ കെട്ടിടങ്ങളും പഴയ കാലത്ത് നിർമ്മിച്ച ഓരോ എംബ്ലംസും ഒക്കെയുണ്ട്. നമ്മൾ ഫ്ലോറൻസിലും റോമിൻ്റെ അത്ര തിരക്കില്ല കേട്ടോ. പിസ്സയിൽ ആ ഒരു പിസ്സ ടവറിൻ്റെ ഭാഗത്ത് മാത്രമേ കുറച്ച് തിരക്കുള്ളൂ. അത് 8 മണി കഴിഞ്ഞാൽ അധികം തിരക്കില്ല. നമുക്ക് നടക്കാൻ ഫ്രീ ആയിട്ട് നടക്കാം, അധികം തെള്ളും തിരക്കൊന്നുമില്ല ബാക്കി സ്ഥലത്തൊന്നും. പക്ഷേ റോമിലും ഫ്ലോറൻസിലും എല്ലാ സ്ഥലത്തും നല്ല തിരക്കായിരുന്നു അവധി ദിവസം. അങ്ങനെ ഞങ്ങൾ പിസ്സ ടവറിലെത്തി. മോർണിംഗിലെ വ്യൂ ആണിത് കേട്ടോ. പക്ഷേ മോർണിംഗ് നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ പിസ്സ ടവറിൻ്റെ അവിടെ. ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ അധികം തിരക്കില്ല, എല്ലാവരും പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. മോർണിംഗിൽ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ധൃതിയിലായിരുന്നു. എല്ലാവരും ചവിട്ടും നിൽക്കുന്നു, തള്ളി മറിക്കും, തള്ളി പിടിച്ചിരിക്കുന്നു, അങ്ങനെ പല പോസിൽ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന തിരക്കായിരുന്നു. ഇത് ആ പിസ്സ ടവറിൻ്റെ ഈ ചർച്ചിന് വേണ്ടിയാണ് ആ ബെൽ ടവർ നിർമ്മിച്ചെന്ന് പറഞ്ഞല്ലോ. ആ ചർച്ചാണ്. ആ ചർച്ചിൻ്റെ അകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് വേണം. പിന്നെ നമുക്ക് പുറത്തു നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് പകർത്തിയ വീഡിയോ ആണ് കേട്ടോ. പിസ്സ ചർച്ചിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. പിസ്സ ടവറിനടുത്തുള്ള ചർച്ച്. ഇതാണ് ബാപ്റ്റിസം ഹാള്. ഈ ചർച്ചിൻ്റെ ബെൽ ടവർ, പിന്നെ ചർച്ച്, പിന്നെ ഇപ്പുറത്ത് ബാപ്റ്റിസം ഹാൾ. ബാപ്റ്റിസം ഹാളിൻ്റെ ഇത് ചർച്ചാണ് കേട്ടോ. അവിടെ നിന്ന് ബാപ്റ്റിസം ഹാളിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ചർച്ചിൻ്റെ ഫ്രണ്ട്. ഇതാണ് ബാപ്റ്റിസം ഹാളിൻ്റെ അകം.
അതിൻ്റെ അകത്ത് കയറാൻ ടിക്കറ്റ് വേണം. നമുക്ക് പുറത്ത് നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാം. ഞാൻ അങ്ങനെ എടുത്തതാണ് വീഡിയോ. ഒരു മിനി ചർച്ച് പോലുണ്ട് ബാപ്റ്റിസം ഹാള്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം നടന്നില്ലേ, വെയിലായതുകൊണ്ട് കുറച്ചു നേരം അവിടെ നിന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. മോൻ അതിൻ്റെ ഒരു പുൽത്തകടി ഇട്ടിട്ടുണ്ട്. അവിടെ അവനൊരു ഫ്രണ്ട് കിട്ടിയോണ്ട് അതിൻ്റെ കൂടെ കളിയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഞാൻ കുറച്ച് കളിക്കട്ടെ, നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന്. അപ്പം ഞങ്ങളും വിചാരിച്ചു എന്നാൽ നമുക്ക് 1 o'clock ആകുമ്പോൾ അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്താൽ മതി. കുറച്ച് സമയമുള്ളതുകൊണ്ട് കുറച്ച് റിലാക്സ് ചെയ്തിരുന്നു. ഇതൊരു ഗ്രേവ് യാർഡാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു 3-4 കെട്ടിടം മാത്രമേ ഉള്ളൂ ഈ മാജിക്കൽ സ്ക്വയർ ആയ പിസ്സ ടവറിൻ്റെ അവിടെ. പക്ഷെ ചെന്ന് ആ പിസ്സ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പം, നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് പഠിച്ചത് നേരി കാണുമ്പം ഒരു പ്രത്യേക അനുഭൂതി. അത് തന്നെ. ആ പിസ്സ ടവർ പോലെ തന്നെ ഭംഗിയുണ്ടായിരുന്നു ആ ചർച്ചിനും ആ ബാപ്റ്റിസം ഹാളിനും. പക്ഷെ എല്ലാവരും പിസ്സ ടവറിൽ നിന്നാണ് കൂടുതലും ഫോട്ടോയൊക്കെ എടുക്കുന്നത് കണ്ടത്. പിന്നെയും കുറച്ച് ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ പകർത്തി ഞങ്ങൾ പതുക്കെ അവിടുന്ന് നീങ്ങി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടുന്ന് ഒരു ഷട്ടിൽ സർവീസ് ഉണ്ടായിരുന്നു എയർപോർട്ടിലേക്ക്. അവിടുന്ന് എയർപോർട്ടിലെത്തി. പിന്നെ എയർപോർട്ടിലെത്തി ഏകദേശം 2 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കാരണം ഞങ്ങൾ നേരത്തെയായിരുന്നു എത്തിയത്. അത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ റെയിനെയർ ഫ്ലൈറ്റിലേക്കായിരുന്നു ഞങ്ങൾ ബ്രസൽസ് എയർപോർട്ടിലേക്ക് ബുക്ക് ചെയ്ത് തിരിച്ച് പിസ്സ എയർപോർട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് വന്നു. ഞങ്ങൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി. അങ്ങനെ 4 ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ കുറേ നല്ല ഓർമ്മകളും കുറേ നല്ല കാഴ്ചകളും നല്ല അനുഭവങ്ങളുമായി നമ്മൾ ഇറ്റലി വ്ലോഗ് വീഡിയോ സീരീസ് ഇവിടെ തീരുവാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.